പൗരോഹിത്യം എങ്ങനെയാണ് നമ്മെ വഴിപിഴപ്പിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അന്നത്തെ മദീനയിലുണ്ടായിരുന്ന ജൂത ക്രൈസ്തവർ. ആ യഹൂദർ നോക്കൂ, അവരുടെ കൂട്ടത്തിൽ നിന്നും അബ്ദുള്ള ഇബ്നു സലാം എന്ന് പറയുന്ന ഒരു യഹൂദ പണ്ഡിതൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, നമ്മിൽ നിന്നും വളരെയധികം ബുദ്ധിയില്ലാത്ത വില കുറഞ്ഞ ആളാണ് അദ്ദേഹം, അതുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് എന്നാണ്. അല്ലാതെ നല്ലൊരു ബുദ്ധിയുള്ള നല്ല വിവേകമുള്ള ആളായിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മുടെ പിതാക്കളുടെ മതം വിട്ട് ഒരിക്കലും അദ്ദേഹം ഇസ്ലാമിനെ പുൽകുകയില്ലായിരുന്നു എന്നാണ് അവർ വാദിച്ചത്. നോക്കാ, പാരമ്പര്യവാദം അത് തന്നെയാണ് ശരി. അതിന്റെ ശരി തെറ്റുകളെ ഖുർആനിന്റെ അടിസ്ഥാനത്തിലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅയുടെ അടിസ്ഥാനത്തിലോ വിച്ഛേദിച്ചു മനസ്സിലാക്കി, സത്യവും അസത്യവും വിച്ഛേദിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ ഒരിക്കലും അവർ തയ്യാറായിരുന്നില്ല. അവർക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടിയ ആ പിതാക്കളുടെ ദീൻ എന്താണോ അത് തന്നെയാണ് ശരി എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിഭാഗമായിരുന്നു അത്. ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നത്തെ നമ്മുടെ മുസ്ലിം സമൂഹത്തിലും ഇത് വ്യാപകമായി കാണാവുന്നതാണ്. പൗരോഹിത്യം നമ്മെ ഇങ്ങനെ വഴിപിഴപ്പിക്കുന്നു എന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവർക്ക് പകർന്നു കിട്ടിയ, പാരമ്പര്യമായി പകർന്നു കിട്ടിയ പല ദീനി അനുഷ്ഠാന ആചാരങ്ങളും ഷിയ സൂഫി ചിന്താധാരകളിൽ നിന്ന് ഉടലെടുത്തതാണ്. അതൊന്നും ഒരിക്കലും തള്ളി പറയാൻ ഇവരൊരിക്കലും മുന്നോട്ട് വരാത്തതിന്റെ പ്രധാന കാരണം അതാണ്. നമ്മുടെ പാരമ്പര്യമായി നമുക്ക് പകർന്നു കിട്ടിയ ആ പിതാക്കളുടെ ദീൻ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കും. അത് മാത്രമല്ല, നമുക്ക് പുരോഹിതന്മാരായി വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരാണ്, അവർക്കൊക്കെയും തെറ്റുപറ്റിയെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കിടയിൽ നമ്മുടെ പദവികൾ ഇടിഞ്ഞുപോകും എന്നുള്ള ഒരു ദുരഭിമാനം വളരെയധികം അവരെ ബാധിച്ചിട്ടുണ്ട്. ഇത്തരം ദുരഭിമാനം ഒരിക്കലും ഇസ്ലാമിന് അനുഗുണമായ ഒരു സംഗതിയെ അല്ല. സത്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി അത് പൊതുജനങ്ങൾ പ്രഖ്യാപിക്കാനുള്ള ഒരു ആത്മധൈര്യം അവർക്ക് വേണം. അതില്ലാതെ എന്നും നോക്കൂ, എക്കാലത്തും ആ അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ അതിനെ കൃത്യമായി അതിനെ പരിപാലിച്ചു പോരുന്ന ഒരു സംവിധാനമാണ് കണ്ടുവരുന്നത്. ഇതൊരിക്കലും ദീനിന് ഗുണകരമല്ല. പണ്ഡിതന്മാർ ആണ് മനുഷ്യരെ വഴിപഴപ്പിച്ചുകൊണ്ട് പലരും നരകത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളൊരു നഗ്ന യാഥാർത്ഥ്യം ഇവിടെ പുലരുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.